ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഓരോ വൃക്ഷമുണ്ട്. ആ വൃക്ഷം നട്ടു സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഇടയിൽ കുറച്ച് സമ്പത്ത് കൂടിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ശമ്പളമുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫിഗർ എനിക്കറിയില്ല, പെർ ക്യാപിറ്റ ഇൻകം 3000-ലേറെ ഉണ്ട്, 4000-ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ 4 ആളുണ്ടെങ്കിൽ സുമാർ 12,000 ഉറുപ്പ്യ കിട്ടണം. അപ്പോൾ അതൊക്കെ കിട്ടുന്ന കുടുംബങ്ങൾ വേണ്ടതുണ്ട് അവിടെ, സാധാരണക്കാർക്കും ഉണ്ട്. അപ്പോൾ പണം കയ്യിലില്ലായില്ല. ആ പണം അനാവശ്യമായി ചെലവ് ചെയ്യാതെ ഒരു നല്ല കാര്യത്തിന് ചെലവ് ചെയ്യുക. ആ നല്ല കാര്യം എന്ന് പറയുന്നത് എന്താ? വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും വിശേഷം. അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു കൂട്ടർ വന്നു, ഞങ്ങളിവിടെ ഒരു വയോജനങ്ങൾക്ക് വേണ്ട ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് സ്വാമിജി ഒരു കാര്യം പറയണമെന്നുണ്ട്. ഈ 27 നക്ഷത്രത്തിൻ്റെ പേരിൽ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഓരോ വൃക്ഷം നട്ടാൽ കൊല്ലാമെന്നുണ്ട്. അങ്ങനെ നമുക്ക് നെടിയിക്കാനായിട്ട് ഒരു സൗകര്യം സ്വാമിജി ചെയ്തു തരുമോ? നമുക്കിവിടെ ഐകുന്ന് പാണ്ഡവഗിരി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ കുറച്ച് പറമ്പുണ്ട്, അതിൻ്റെ അടുത്തൊരു ഉപവനമുണ്ട്. ആ ക്ഷേത്രത്തിൽ നെട്ടുപിടിപ്പിച്ച് അവരെന്താ പറഞ്ഞേ, ഞങ്ങൾക്കത് നെട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ, എവിടെയെങ്കിലും വെച്ചാൽ അവർ മുറിച്ചു എന്ന് വരാം. ആ ചെടി അവിടെ നിൽക്കണം, വലുതാവണം. അത് കുറച്ച് വലുതാവുമ്പോൾ അതിനൊരു തറ കെട്ടണം. ആ തറയിൽ ഈ ആരുടെ നക്ഷത്രത്തിൽ ആർക്ക് വേണ്ടി അത് വെച്ചോ അവരിടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് അതിൻ്റെ തറയിലിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ച് ആ വൃക്ഷവും പ്രകൃതിയും ഒട്ടാകെ ആയിട്ടുള്ള, പ്രകൃതി എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങൾക്ക് ചന്ദ്രൻ വേണം. ചന്ദ്രനാണെങ്കിലോ ചന്ദ്രരശ്മികൾ എവിടുന്നാ വരണത്? സൂര്യരശ്മിയുടെ പ്രതിബിംബമാണ് അവിടെ. അപ്പോൾ സൂര്യൻ വേണം. സൂര്യൻ എവിടുന്നുണ്ടായി? പ്രകാശവും കിരണങ്ങളുമൊക്കെ. അങ്ങനെ പ്രപഞ്ചത്തോട് മുഴുവനുമാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ താമസിക്കുന്നത് വീട്ടിലാവാം. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഗൃഹമായിട്ട് ബന്ധപ്പെട്ടു, ഗൃഹാംഗങ്ങളായി ബന്ധപ്പെട്ടു. അച്ഛന് ഒരു തലമുറ, അമ്മയ്ക്ക് വേറെ ഒരു തലമുറ. അത് ശാഖോപശാഖമായി വികസിച്ച് പോണു. അപ്പോൾ നിങ്ങളുടെ ശരീരം, ബയോളജിക്കൽ ബോഡിയെ ചൊല്ലി നിങ്ങൾക്ക് എത്ര ബന്ധമാണ്? അതുപോലെ ശ്വസിക്കുന്ന കാറ്റിനെ ചൊല്ലി നിങ്ങൾക്കുള്ള ബന്ധമോ? ഈ വായുമണ്ഡലം പവിത്രമായിരിക്കണമെങ്കിൽ എന്ത് വേണം? വൃക്ഷങ്ങൾ വേണം. ആ വൃക്ഷങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ജീവവായുവെ നിങ്ങൾക്ക് തരുന്നത്. അതാണ് പറയുന്നത് ദശപുത്രസമോ വൃക്ഷ എന്ന്. അപ്പൊ അവനവന്റെ നക്ഷത്രത്തിൽ ഒരു വൃക്ഷമെങ്കിലും വെച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ്. അപ്പൊ 27 വൃക്ഷം വയ്ക്കാനായിട്ട് സ്ഥലം നമ്മൾ കൊടുത്ത് അത് വേണ്ടതുപോലെ ചെയ്യിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ക്ഷേത്രം കമ്മിറ്റിയായിട്ട് സംസാരിച്ച് നിങ്ങൾ അതിനെ ഒരുക്കിക്കോളൂ, ആർക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ അനുവദിച്ചോളൂ, പക്ഷേ ക്ഷേത്രത്തിൻ്റെ കീഴിൽ അത് ചെയ്ത് അത് വേണ്ടതുപോലെ നിർത്തണം എന്ന് പറയുന്നു. വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. ഇതിനൊക്കെ കിടക്കുന്ന കാരണം ഇവിടെയാണെന്ന്. വനസ്പതീനാം അശ്വത്ഥ. ആ ഒരൊറ്റ ആല് മതി ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും ശ്വസിക്കാനുള്ള കാറ്റ് നൽകാൻ. അതിനെ ആരും മുറുക്കില്ല. ഒറ്റ കൊമ്പ് മുറിക്കരുത്. ഏതാനും ചുള്ളിക്കൊമ്പ് വീണാൽ അത് സമിത്തായി ഉപയോഗിച്ച് നമുക്ക് ഹോമത്തിന് ഉപയോഗിക്കാം. അത്ര വിശേഷപ്പെട്ടതാണ് ഈ വൃക്ഷം. വനസ്പതീനാം അശ്വത്ഥ ഓഷധീനാം അഹം യവഃ. നവധാന്യം ഹോമിക്കുന്ന സമയത്ത് യവം എന്ന് പറഞ്ഞൊരു സാധനം ഇതിലുണ്ട്, വളരെ വിശേഷപ്പെട്ടതാണ്, നവധാന്യങ്ങളിൽ പെട്ടതാണ്. പുരോധസാം വസിഷ്ഠോഹം ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി സ്കന്ദോഹം സർവസേനാന്യാം അഗ്രണ്യാം ഭഗവാൻ അജഹ. പുരോധസാം വസിഷ്ഠോഹം. ഉപാധ്യായന്മാരിൽ വെച്ച് വസിഷ്ഠനാണ് ഞാൻ. ഈ വസിഷ്ഠർ പലതരത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുൻപിൽ. ഇക്ഷ്വാകു വംശത്തിന്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. കുലഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഇക്ഷ്വാകു വംശത്തിൽ രാജാക്കന്മാർക്കും അവിടെ ജനിക്കുന്ന രാജകുമാരന്മാർക്കും രാജകന്യകമാർക്കും വേണ്ടതുപോലെ അവരെ വളർത്തി വികസിപ്പിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടവരെ കൊടുത്ത് കഴിച്ചു കൊണ്ടുവന്ന് ആ വംശത്തിന് മുഴുവൻ അഭിവൃദ്ധിപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും സമയോചിതം, സന്ദർഭോചിതം, കാലോചിതം ഉപദേശിച്ചു കൊടുക്കുന്ന ആള് എന്നാണ് അർത്ഥം കുലഗുരു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു രാജവംശത്തിൻ്റെ കുലഗുരുവായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തക്ക അറിവും പ്രതാപവും പ്രഭാവവും ഒക്കെ വേണം. ആ രാജവംശത്തിൽ ആർക്ക് എന്ത് നടന്നാലും അതിനുള്ള പ്രതിവിധിയൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരാളാണ് ഈ വസിഷ്ഠൻ. ഈ വസിഷ്ഠനെ സംബന്ധിച്ച കഥ വളരെ വിശേഷപ്പെട്ടതാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ എന്ന് പറയും. ചെറുപ്പം മുതൽക്ക് അദ്ദേഹത്തിന് ഒരു ദുഃഖവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. പരമസന്തോഷം. സന്തോഷം കാരണം മറ്റുള്ളവരെ പറ്റി പരിഗണിക്കുകയേ ഇല്ല. ഇതിങ്ങനെയായാൽ പറ്റില്ലല്ലോ അപ്പ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് എന്ത് ചെയ്തു? മടിയിലിരുത്തി ശപിച്ചു. ലോകം നിന്റെ മനസ്സിനെ പിടിപെടട്ടെ എന്ന്. ഉടനെ ലോകവും ലോകബാധയും ലോകബിംബവുമായി പ്രതിബിംബവുമായി മനസ്സിൽ ദുഃഖം തുടങ്ങി. അയ്യോ, എനിക്ക് പൊറുക്കുവയ്യല്ലോ, ഈ ലോകം എൻ്റെ മനസ്സിൽ കണ്ടു തുടങ്ങി, പ്രതിബിംബിച്ചു തുടങ്ങി, എന്തൊക്കെയാണ് ലോകത്തിൻ്റെ സ്ഥിതി എന്ന്.
അപ്പൊ ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്തു അത്രേ ബ്രഹ്മതത്വം. എന്നിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ആഗ്രഹങ്ങളും അത്യാർത്ഥികളും ഒക്കെയുള്ള മനുഷ്യരുണ്ട്, അവരോട് നിങ്ങൾ ഇതൊക്കെ വിടൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി വേദങ്ങളിൽ കർമ്മവിധികളുണ്ട്. ആ കർമ്മവിധികൾ വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്ത് നടത്തുന്നു. അങ്ങനെ നടത്തിച്ചതാണ് അശ്വമേധയാഗം. എന്താ ദശരഥൻ അശ്വമേധയാഗം നടത്താൻ കാരണം? അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചു കൗസല്യയെ. ആ കൗസല്യയില് ശാന്ത എന്നൊരു പുത്രി ഉണ്ടായി. ആ ശാന്തയെ ലോമപാദന് ദത്തു കൊടുത്തു. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഒരേ കുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ. ആ ദശരഥന്റെ ഉദാരബുദ്ധി ആലോചിച്ച് നോക്കൂ. പാവം പെൺകുട്ടിയാണ്, ദത്തു കൊടുത്തു. പിന്നെ കുട്ടികളെ ഉണ്ടായില്ല. പെൺകുട്ടിയെ ദത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തെ തുടർന്ന് ഒരു ലോപവുമില്ലാതെ ധാരാളം സന്താനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു കുട്ടിയെങ്കിലും വേണം. അതുണ്ടായില്ല. രണ്ടാമത് കല്യാണം കഴിച്ചത് സുമിത്രയാണ്. കൈകേയിക്കും ഉണ്ടായില്ല ഒരു കുട്ടി. അപ്പൊ എന്തായി? വല്ലാത്ത വിഷമായി. താൻ ചെയ്തത് വലിയൊരു പുണ്യകർമ്മം, ദശരഥന് സന്താനം ഉണ്ടാവും എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ശാന്ത ജനിച്ചത്. അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരാളും ഇല്ല എന്ന് കണ്ടപ്പോ ദശരഥൻ വിഷമത്തിലായി. അപ്പൊ ഒരു അശ്വമേധയാഗം കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഉപദേശിച്ചതും ആ യാഗം വേണ്ടതുപോലെ നിർവഹിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി മുമ്പിലും പിൻപിലും നിന്നത് വസിഷ്ഠദേവനാണ്. എന്നിട്ടോ പുത്രകാമേഷ്ടി യാഗവും കൂടി കഴിച്ചതിന് ശേഷം 4 ആൺകുട്ടികളാണ് ഉണ്ടായത്. ഇതാണ് വസിഷ്ഠന്റെ വിശേഷത. അപ്പൊ ദശരഥന് സന്താനമില്ലാതെ അയോധ്യാ സിംഹാസനം നിരാലംബമായി നിന്നപ്പോ, മനുഷ്യയത്നം കൊണ്ട് അതിന് പരിഹാരമില്ല എന്ന് വന്നപ്പോ, അവിടെ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടി ഒരു ദിവ്യമോ ദൈവികമോ ആയ ഒരു സംരംഭമാണ് ഈ അശ്വമേധയാഗം. ഞാൻ എപ്പോഴും പറയും, ദൃശ്യലോകം നമ്മളെ തോൽപ്പിച്ചു, നാം നിസ്സഹായരായി നിൽക്കുകയാണ്, ലോകമടക്കം എന്ന് വന്നാൽ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസവും പ്രതീക്ഷയും വിടരുത്. വിടാതെ നിങ്ങൾ അദൃശ്യ ഹസ്തങ്ങളിലേക്ക് നോക്കണം. ആ അദൃശ്യ ഹസ്തത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാണ് അശ്വമേധയാഗം. അശ്വമേധയാഗം ആർക്ക് വേണ്ടിയിട്ടാ? ദൃശ്യമായ ഒരു ശക്തിക്കും വേണ്ടിയിട്ടല്ല. പക്ഷെ ആ അശ്വമേധയാഗം നടത്തുന്നത് ദശരഥനാണ്. എങ്ങനെ രാജ്യം ഭരിക്കുന്നുവോ അതേ ദശരഥ ദേഹവും മനസ്സും ബുദ്ധിയുമാണ് അശ്വമേധയാഗവും നടത്തുന്നത്. യാഗത്തിന്റെ വിശേഷം എന്താ? അതിനുള്ള സംഭാരങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷം അഗ്നി കൂട്ടി വിലപ്പിടിച്ച സാധനങ്ങളൊക്കെ മേടിച്ച് വേദമന്ത്രങ്ങളോടുകൂടി ഭക്തിശ്രദ്ധയോടുകൂടി ഹോമിക്കുക. തൻ്റെ മനസ്സിലുള്ള മമതയാണല്ലോ ഈ കാര്യങ്ങളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ആ മമതയെ മുഴുവൻ കളഞ്ഞ് ആഗ്രഹങ്ങളെ മുഴുവനും ഒതുക്കി ശുദ്ധമങ്ങടാവുക. അതിനുള്ള ഒരു പ്രൊട്രാക്റ്റഡ് സെറിമണിയാണ് ഈ യജ്ഞം, യാഗം, കർമ്മം എന്ന് പറയുന്നത്. അതിന് പിന്നാലെ നിന്ന് വിധിവത്തായി ചെയ്യിച്ചതൊക്കെ വസിഷ്ഠരാണ്. എന്നിട്ട് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഉണ്ടായി. ആ രാമനാണ് തീർത്ഥയാത്രയ്ക്ക് പോയി വന്നതിന് ശേഷം 16 വയസ്സിൽ നിരാശാഗ്രസ്തനായി മിണ്ടാതെ ഇരുന്നത്. അപ്പൊ ആ രാമനെ വിളിച്ച് ഉപദേശിച്ച് മനസ്സിലുള്ള നൈരാശ്യവും വിഷമവും മാറ്റി ഒരു ഉത്സാഹഭരിതനായ രാജകുമാരനാക്കി ത്യാഗബുദ്ധിയോടുകൂടി രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ചതും വസിഷ്ഠരാണ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ വേദത്തിലുള്ള കർമ്മശാസ്ത്രം, ആ കർമ്മം എന്ന് പറയുന്ന കർമ്മനിഷ്ഠ, അതും ഇപ്പുറത്തുള്ള ജ്ഞാനവൈരാഗ്യനിഷ്ഠ, ഇത് രണ്ടും ഒരുപോലെ തികഞ്ഞിരിക്കുകയാണ് ഈ വസിഷ്ഠ മഹർഷി. അദ്ദേഹം ഉപദേശിച്ചതാണ് യോഗവാസിഷ്ഠ രാമായണം എന്ന് പറയുന്നത്. പുരോധസാം വസിഷ്ഠോഹം ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി സ്കന്ദോഹം സർവസേനാന്യാം അഗ്രണ്യാം ഭഗവാനജഃ. ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി, അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ. ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി, വേദവേദാക്കളിൽ വെച്ച് ബൃഹസ്പതി, ദേവന്മാർക്കും ഉണ്ട് ഒരു ഗുരു, അതാണ് ഞാൻ. സ്കന്ദോഹം സർവസേനാന്യാം, സേനാപതികളിൽ വെച്ച് സ്കന്ദനാണ് ഞാൻ. അഗ്രണ്യാം ഭഗവാനജഃ, ശ്രേഷ്ഠന്മാരിൽ വെച്ച് ഭഗവാനായ ബ്രഹ്മാവാണ് ഞാൻ. ഓരോന്നിലും ദേവലോകം എന്നുള്ള സങ്കല്പത്തിലെടുത്തു, ഭൂമിയിലുള്ള കാര്യങ്ങളെടുത്തു. അവിടെ വൃക്ഷങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്. യജ്ഞാനാം ബ്രഹ്മയജ്ഞോഹം, യജ്ഞങ്ങളിൽ വെച്ച് ബ്രഹ്മയജ്ഞമാണ് ഞാൻ. സാധാരണ ഇത് ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. എല്ലാവരും എന്തു പറയും? യജ്ഞാനാം ജപയജ്ഞോസ്മി. ഭഗവത്ഗീതയിൽ പറഞ്ഞതാ. എന്താ ജപം എന്ന് പറയുന്നത്? എല്ലാവർക്കും ആകാമല്ലോ. ഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതത്തിൽ കൃഷ്ണൻ പറഞ്ഞത് ബ്രഹ്മയജ്ഞോഹം എന്നാണ്. അതിലാർക്കും അത്ര പ്രാധാന്യമോ പ്രത്യേക പ്രതിപത്തിയോ കാണിക്കാറില്ല. ഒക്കെ എളുപ്പം നോക്കുന്നവരാ. ആയിക്കോളൂ, യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാണ് ഞാൻ. എല്ലാവർക്കും കൂടി ഒരുപോലെ ജപിക്കാവുന്നതാണ് ഭഗവത് നാമങ്ങൾ, ഈശ്വര നാമങ്ങൾ. അപ്പം അത് നല്ലതാ. പക്ഷേ ഈ ജപിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ഭക്തി ഉണ്ടാവാനാ.
ആ ഭക്തി സഫലമാകണമെങ്കിലോ അതിന് ബ്രഹ്മയജ്ഞം കൂടാതെ കഴിയില്ല. എന്താണ് ഈ ബ്രഹ്മയജ്ഞം? ഈശ്വര തത്വവിചാരം, ബ്രഹ്മതത്വവിചാരം, ആത്മതത്വമനനം. എന്താണ് ഈ പരമാത്മ, എന്താണ് ഈ ഈശ്വരൻ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ബുദ്ധിയാണ് പ്രവർത്തന ഘടകം. വെറുതെ ജപിക്കുന്ന സമയത്ത് നാവാണ്, വായാണ്, ശബ്ദമാണ്. ആ ശബ്ദം കൊണ്ട് മാത്രമാവില്ലല്ലോ. ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തത്വവിചാരം തന്നെ വേണം. യജ്ഞാനാം ബ്രഹ്മയജ്ഞോഹം വ്രതാനാം അവിഹംസനം. നമ്മൾ പല വിധത്തിലുള്ള വ്രതങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാ? ഏകാദശി വ്രതം, അക്ഷയതൃതീയ, പത്താമുദയം, എന്തൊക്കെയാ നമുക്കുള്ളത്? പലതും ഉണ്ട്. ഷഷ്ഠി, സപ്തമി എന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്യാറുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള വ്രതം എന്താ? നമ്മുടെ നിത്യനിരന്തരമായ ജീവിതത്തിൽ നാം അനുവർത്തിക്കുന്ന അനുശാസനം, അച്ചടക്കം. ആ അച്ചടക്കത്തിൽ പ്രധാനപ്പെട്ടത് എന്താ? പരോപദ്രവം ഒഴിവാക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? എന്താ ഉപദ്രവവാക്കിന് ഇവിടെ അർത്ഥം? അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അന്യനെ മനസ വാച കർമ്മണ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കരുത്. നമ്മൾ ഒരു ഉപദ്രവിക്കാനുള്ള ഒരു പ്രവണത മിക്കവാറും എല്ലാവരിലും ഉണ്ടാവും. പരോപദ്രവം പാടില്ല എന്ന് വിചാരിക്കുന്നവർ വളരെ ചുരുക്കേ ഉള്ളൂ. അളമുട്ടിയ ചേരയും കടിക്കും എന്ന് പറയും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിരുപദ്രവിയാണെന്ന് തോന്നുന്നവൻ പോലും ചിലപ്പോൾ വളരെ ഗംഭീരമായിട്ട് കലശൽ കൂട്ടും. എന്നുള്ളൊരു സമ്പ്രദായം പാടില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ചിന്ത കൊണ്ടു നടക്കുക പാടില്ല. വായ കൊണ്ട് പറയുക അത് പാടില്ല. ദേഹം കൊണ്ട് പ്രവർത്തിക്കുക അത് പാടില്ല. അങ്ങനെ നിങ്ങൾ എന്ത് വ്രതം വേറെ അനുഷ്ഠിച്ചോളൂ. ഏകാദശി ദിവസം മുഴുവൻ പട്ടിണി കിടന്നോളൂ, ദ്വാദശിക്ക് പാരണ കഴിച്ചോളൂ. അതൊക്കെ ഒക്കേഷണലായി, ടൈം ബൗണ്ട്, സന്ദർഭങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വമാണല്ലോ ഇവിടെ പ്രധാനം. ആ വ്യക്തിത്വത്തിൽ നിരന്തരം അതിൽ പങ്കുചേർന്ന് ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി സ്ഥിരം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല വ്രതം. അങ്ങനെ ഒന്നാണ് നിരുപദ്രവം എന്ന് പറയുന്ന അച്ചടക്കം. ആ ശീലം കൊണ്ടു നടക്കുക. അവിഹിംസനം, ഹിംസിക്കാതെ ഇരിക്കൽ. വ്രതാനാം അവിഹിംസനം, കൊല്ലാതെ ഇരിക്കുക എന്നുള്ള അർത്ഥമല്ല, ഉപദ്രവിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. വായു അഗ്നി അർക്കാംബുവാഗാത്മാ ശുചീനാം അപ്യഹം ശുചിഹി. വായു, അഗ്നി, അർക്കെന്ന് പറഞ്ഞാൽ സൂര്യൻ, അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം, വാക്ക്, ആത്മ, ഇതെല്ലാം തന്നെ നമ്മളെ ശുചീകരിക്കുന്നതാണ്. അതില് ശുചീനാം അപ്യഹം ശുചിഹി. ഇതിനൊക്കെ ശുചി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെല്ലാറ്റിലുമുള്ള ശുചീകരണം അതിൽ വാസ്തവത്തിൽ ഞാനാണ്. വായു എങ്ങനെയാ ശുചീകരിക്കുന്നത്? വായു നെല്ല് കാറ്റത്തിടുക എന്ന് പറയും. നമ്മൾ തോരയിടാനുള്ള വസ്ത്രങ്ങളൊക്കെ കാറ്റത്തിടുക, വെയിലത്തുണ്ടെങ്കിൽ വെയിലത്തിടുക, അതൊന്നുമില്ലെങ്കിലോ ചൂടുണ്ടാക്കി ചൂടിൽ ഉണക്കുക. അപ്പോൾ വായുവിനെ ഉണക്കി ശുദ്ധീകരിത്തുന്നു. എത്ര നാറിയതും ചീഞ്ഞതും വെയിലത്തിട്ടു വായുവിലിട്ടു എന്ന് വെച്ചാൽ അതങ്ങോട്ട് ഉണങ്ങും. അഗ്നിയോ ദഹിപ്പിച്ച് ശുദ്ധീകരിക്കും. സ്വർണത്തിനെ പോലും ഉരുക്കിയിട്ടാണ് ശുദ്ധി വരുത്തുന്നത്. ഉരുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. അതുമാതിരി അമ്പു വെള്ളം കൊണ്ട് കഴുകുന്നതാണ് പല സാധനങ്ങളും. വസ്ത്രങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളത്തിൽ കഴുകിയെടുക്കും. അതുമാതിരി വാക്കിനെയും നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. എങ്ങനെയാ ശുദ്ധീകരിച്ചെടുക്കുക? ഈശ്വരൻ ഈശ്വരൻ എന്നുള്ളൊരു വിചാരവും ഈശ്വര ഭക്തിയും അത് കൊണ്ടു നടന്നാൽ ഈശ്വര സ്തുതികൾ ചൊല്ലുക, ഈശ്വര നാമങ്ങൾ ജപിക്കുക, ഈശ്വര വിഷയങ്ങൾ, ഇങ്ങനെയുള്ള തത്വകഥനങ്ങൾ അത് പാരായണം ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, ഇതൊക്കെ ശുദ്ധീകരിക്കുന്നതാണ്. ഇനി ആത്മാവിനുമുണ്ട് ഒരു ശുദ്ധി. ആ ആത്മശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ആശയൊന്നുമില്ലാതെ അങ്ങനെ അഹങ്കാരമൊക്കെ വിട്ട് ഇങ്ങനെയുള്ളതിൽ വാസ്തവത്തിൽ ഞാൻ ശരിയായിട്ടുള്ള ശുചിയാണ്. വാക്കുകളെ പറ്റി പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യൻ്റെ വാക്കുണ്ടല്ലോ വളരെ സൂക്ഷിച്ചു പ്രയോഗിക്കേണ്ടതാണ്. 15, 20, 30 കൊല്ലം ചങ്ങാതിമാരായിട്ടിരുന്ന ആൾക്കാർ ഒരാളുടെ വായിൽ നിന്ന് ഒരു വാക്ക് തെറ്റങ്ങോട്ട് വന്നാൽ ആ ചങ്ങാതിത്വം അങ്ങോട്ട് മുറിഞ്ഞു പോകും. കാമം ദുഗ്ധേ വിപ്രകർഷത്യ ലക്ഷ്മീം കീർത്തിം സൂതേ ദുർഹൃദോ നിഷ്പ്രലാന്തി ശുദ്ധാം ശാന്താം മാതരം മംഗലാനാം ധേനും ധീരാഹ സൂനൃതാം വാചമാഹു. ഇതൊരു സുഭാഷിതാണ്. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിശേഷിപ്പിക്കാൻ പറ്റില്ല. വാഗ്ഭൂഷണം ഭൂഷണം കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃത മൂർധജാഃ വാന്യേകാ സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യത്തെ ക്ഷീയന്തേ അഖിലഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം.
ഇത് ഭർതൃഹരിയുടെ ഒരു ശ്ലോകമാണിത്. നാം പലതരത്തിലുള്ള ആഭൂഷണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാ മൂർധജാഹ. ശിരസിനും ദേഹത്തിനുമായി പല ആഭരണങ്ങളും നാം ധരിക്കാറുണ്ട്. വാന്യേകാസമലങ്കരോതി പുരുഷം. ആ വാക്കാണ് ശരിക്കുള്ള അലങ്കാരം. നിങ്ങളുടെ വായിൽ നിന്ന് മധുരമായി സ്നേഹമസൃണമായി പവിത്രമായിരിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വരുമോ എന്നാണ് ചോദ്യം. അതോ ഇങ്ങനെ ചൂള പോലെയുള്ള ഒരു മനസ്സ് ചുട്ടുപൊള്ളിക്കുന്ന വാക്കുകൾ അതാണോ? ഇവിടെ പറയാണ് ഈ ശ്ലോകത്തില്, കാമം ദുഗ്ധേ വിപ്രകർഷത്യലക്ഷ്മീം. കാമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിലയ്ക്ക് സ്നേഹം. ദുഗ്ധേ, നല്ല വാക്ക് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തന്നെ നിങ്ങളോട് സ്നേഹം തോന്നും. വിപ്രകർഷത്യലക്ഷ്മീം, അലക്ഷ്മിയെ വിപ്രകർഷതി ആട്ടി ഓടിക്കുന്നു. കീർത്തിം സൂതേ, യശസ് കീർത്തി അതിനെ പ്രസവിക്കണു. അത് ദുർഹൃദോ നിഷ്പ്രലാന്തി, ശത്രുക്കളെ ഓടിക്കുക ചെയ്യണത്. ശുദ്ധാം ശാന്താം മാതരം മംഗലാനാം, ശുദ്ധവും ശാന്തവുമായിരിക്കുന്ന മംഗലാനാം മാതരം, എല്ലാ മംഗളങ്ങൾക്കും മാതാവായിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ധേനും ധീരാ, കാമധേനുവായി പരിഗണിക്കുന്നു ബുദ്ധിയുള്ളവര്. സൂനൃതാം വാചമാഹുഹു, വളരെ സത്യസന്ധമായി മധുരമായി നിരുപദ്രവമില്ലാതെ സാധിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു തണവും ഒരു സന്തോഷവും ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള വാക്കുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ടതാണ്, അത്യാവശ്യമാണ്. വാക്കിന്റെ മഹിമ വളരെ അപാരമാണ്. യോഗാനാം ആത്മസംരോധോ മന്ത്രോസ്മി വിജിഗീഷതാം ആന്വീക്ഷികീ കൗശലാനാം വികൽപ ഖ്യാതിവാദിനാം. എന്തൊക്കെയാ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കണേ? ഞാൻ ആലോചിച്ച് നോക്കുക. ഭാഗവതം എഴുതിയ കാലത്ത് എന്തൊക്കെ ചിന്താഗതികൾ അന്ന് പരന്നിരുന്നുവോ, ആ ചിന്താഗതികളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് ശാസ്ത്രകാരൻ ശാസ്ത്രം എഴുതുന്നത്. അത് വെറും ഭക്തി ഭഗവാൻ എന്ന് പറയുന്ന രണ്ട് വാക്കല്ല. പ്രപഞ്ചം മുഴുവനും മനുഷ്യജീവിതം മുഴുവനും ഉള്ളതും വേണ്ടതും എല്ലാം തന്നെ അതിൽ പറഞ്ഞിരിക്കുക. യോഗാനാം ആത്മസംരോധോ, യോഗാനാം പലതരത്തിലുള്ള യോഗാഭ്യാസങ്ങളുണ്ട്. പലരും ഇപ്പോൾ ആസനത്തിനെയാണ് യോഗം എന്ന് പറയുന്നത്. കാര്യം യോഗാസനം എന്നൊരു പേരതിനുണ്ട്. യോഗം എന്നുള്ള വാക്കിന് രണ്ട് സാധനങ്ങളെ കൂട്ടി യോജിപ്പിക്കുക, അങ്ങനെ ചേർക്കുന്നതിനാണ് യോഗം എന്ന് പറയാം. ആസനത്തിൽ എന്ത് യോഗ ഉള്ളത്? ഒരു മാത്രം വേണമെങ്കിൽ പറയാം, മനസ്സും അംഗങ്ങളും കൂടി ഇങ്ങനെ പൊരുത്തപ്പെട്ട് നിൽക്കണമെന്ന് പറയാൻ വേണമെങ്കിൽ. ആസനങ്ങളോ മുദ്രകളോ യോഗങ്ങളാവില്ല. യോഗാഭ്യാസങ്ങളിൽ ആത്മസംരോധ, നമ്മുടെ ഉൾ വ്യക്തിത്വത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള യോഗം. എന്താ വാക്കിനർത്ഥം? പരോഹി യോഗോ മനസ്സമാധി എന്ന് ഭിക്ഷുഗീതയിൽ പറയുന്നുണ്ട് കൃഷ്ണൻ. മനസ്സിനെ സമാധാനം ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗം. മന്ത്രോസ്മി വിജിഗീഷതാം, ജയിക്കണം എന്നുള്ള വിചാരക്കാരുണ്ടല്ലോ, അവരിൽ മന്ത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടിയാലോചന. ഒരാളുടെ ഒരു ബുദ്ധി കൊണ്ട് ആലോചിച്ച് എല്ലാം എപ്പോഴും നന്നാവുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. നമ്മുടെ ബുദ്ധി അപൂർണമാണ്, അതിസൂക്ഷ്മമാണ്, നല്ലതാണ്, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ ദൃഷ്ടികോണുകളും ഒരു ബുദ്ധിയിൽ തട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ ചുരുങ്ങിയത് ഒരു 3-4 ആള് ചിന്തിച്ചു നോക്കുകയാണ് ആവശ്യം. അപ്പൊ കൂടിയാലോചന ജയിക്കണം എന്നുള്ളവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. മന്ത്രോസ്മി വിജിഗീഷതാം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണത്. മന്ത്രം എന്നുള്ള വാക്കിനർത്ഥം എന്ത് കാര്യത്തിനെ കുറിച്ചും, പ്രത്യേകിച്ചും പൊതുജനങ്ങളെയോ ഒരു രാജ്യത്തെയോ ലോകത്തെയോ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ടതുപോലെ വ്യക്തമായിട്ടുള്ള കൂടിയാലോചന. എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? സമാധാനത്തോടുകൂടി, രാഗദ്വേഷങ്ങളോ കാമക്രോധങ്ങളോ ഇല്ലാതെ ആലോചിക്കണം എന്നാണ് നമുക്ക് ആവശ്യം. ഇപ്പം നമ്മുടെ രാജ്യത്തിൽ പല സന്ദർഭങ്ങളിലും പലരും അവരുടെ പ്രതിഷേധങ്ങൾ കാണിക്കുന്നുണ്ട്, ഡിമാൻഡ്സ്, ആവശ്യങ്ങളും പ്രകടമാക്കുന്നുണ്ട്. ഒരു ജനായത്ത സംവിധാനം ആരോഗ്യപരമായി നടക്കണമെങ്കിൽ ജനങ്ങളെ അതാത് കാലത്ത് അവർക്ക് തോന്നുന്നതായ പൊതുവിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പ്രകടമാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത് നമ്മുടെ ഭരണഘടന തന്നിട്ടുമുണ്ട്. മാത്രമല്ല, ജനായത്ത സംവിധാനം ഫലപ്രദവും വിജയപ്രദവും ആകണമെങ്കിൽ ജനങ്ങൾ എപ്പോഴും നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കണം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എറ്റേണൽ വിജിൽ ഫ്രം ദ പീപ്പിൾ ഈസ് ദ പ്രൈസ് യു ഹാവ് ടു പേ ഫോർ ഡെമോക്രസി. ജനായത്തത്തിന് നാം കൊടുക്കേണ്ട വില എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഭാഗത്തിൽ നിന്ന് സർവദാ നിരീക്ഷണം. അവർക്ക് അതാത് സമയത്ത് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് തുറന്നു പറയണം.
ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരി എന്ന് തുറന്നു പറയണം. ഇത് രണ്ടും പറയാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാതെ ജനായത്തം നിലനിൽക്കാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ തെരഞ്ഞെടുക്കാറുണ്ട്. തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുത്ത സർക്കാരിന് 5 കൊല്ലമാണ് ഭരണകാലം. ആ 5 കൊല്ലത്തിനുള്ളിൽ തെരഞ്ഞെടുത്ത പ്രതിനിധികളടക്കം സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ഇവിടെയുള്ള ചിന്തകന്മാർക്കോ സാധാരണ ജനങ്ങൾക്കോ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കത് പ്രകടമാക്കാനുള്ള അവസരവും അവകാശവും ഉണ്ടല്ലോ. അത് കൊടുക്കണമല്ലോ. അത് കൊടുത്തവർ പ്രകടമാക്കിയാൽ ഭരിക്കുന്ന സർക്കാർ അത് വിലക്കെടുക്കും വേണം. അതിന് ശരിയായിട്ട് വിലയിരുത്തണം. എന്താണെന്ന് വെച്ചാൽ കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കുന്ന മനുഷ്യർ എത്രയുണ്ടോ, എത്ര വോട്ടുണ്ടോ അതിലേറെ ജനങ്ങൾ അവിടെ മറ്റു പ്രകാരത്തിൽ വോട്ട് ചെയ്യാത്തവർ പ്രജകളുണ്ടാവും. ഇവിടെ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ ജനങ്ങളുടെ അഭിപ്രായം കാലാകാലത്തിൽ ആരായുന്നതിനാണ് ഇവിടുത്തെ ഇൻ്റലിജൻസ് വകുപ്പ്. എന്താ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കണം. അതിൽ പല പ്രതിഷേധങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അപൂർവം ചില സമയത്ത് ജനങ്ങൾ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. ഈ ഉപവാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ധാർമ്മികമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ആദ്യം ഉപവസിച്ചത് ആരാ? ശ്രീരാമൻ. എപ്പോഴാ? സമുദ്രത്തിനെ ലംഘിക്കണം, കടന്നു പോകണം എന്ന് പറഞ്ഞ് അതിലൊരു അണ കെട്ടാൻ വേണ്ടി വളരെ സാഹസികമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനു മുൻപ് 3 ദിവസം ശ്രീരാമൻ ഉപവസിച്ചു. അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മബലം കടഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ഒരാൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ആ ശരി മറ്റേ ആൾ ഉൾക്കൊള്ളുന്നില്ല. അതിന് പല കാരണങ്ങളും ഉണ്ട്. അപ്പം ആ ആളിൽ ശരിയായിട്ടുള്ള ഒരു പ്രസരണം ജനിപ്പിക്കണമെങ്കിൽ സമാധാനമായിട്ടിരുന്ന് ഉപവസിക്കുക. ഉപവസിക്കുമ്പോൾ ആൾ ആലോചിക്കും, ഈ ആൾ ഉപദ്രവിക്കാനുള്ള ആളല്ല, ഉപവസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഉപവാസത്തിന് വലിയ ഒരു ശക്തിയാണ്, ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ശക്തിയാണ്. അങ്ങനെയുള്ള ഉപവാസമടക്കമുള്ള പ്രസ്ഥാനങ്ങളോ പ്രതിഷേധങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോൾ നല്ല ഒരു സർക്കാർ എന്തു വേണം? നല്ല കൂടിയാലോചന നടത്തി അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം. അത് ആലോചിച്ച് കണ്ടുപിടിക്കുന്നതിൽ പലപ്പോഴും എനിക്ക് തോന്നുകയാണ് വേണ്ടത്ര ആലോചന ഇല്ലായുണ്ടോയെന്ന്. ഒരു പ്രതിഷേധത്തെയും നാം നുള്ളിക്കളയരുത്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്ന് പരിശോധിച്ച് നോക്കി ഒരാളുടെ അഭിപ്രായത്തെ ആ ശരീരത്തിനെ പിടിച്ച് തടഞ്ഞു നിർത്തിയതുകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അഭിപ്രായം രൂപീകരണം മനസ്സിലാണ്. മനസ്സിന് ചങ്ങലയിടാൻ ഒരാൾക്കും പറ്റില്ല, സാധിക്കൂല. അപ്പം അഭിപ്രായം മാറില്ല, ചിന്താഗതി മാറില്ല, ശരീരത്തിനെ നാം പിടിച്ച് ബന്ധിച്ചാലും. ഇപ്പോൾ ജലയൻവാലാ ബാഗിൽ വെടിവെച്ചു, സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിക്കുന്നവർ 100 കണക്കിന് മരിച്ചു. ആ മരിച്ചതുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യാഭിലാഷം കെട്ടണഞ്ഞില്ല. അപ്പോൾ വളരെ ആലോചിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. ഈ തെരഞ്ഞെടുത്തവരെ 5 കൊല്ലം ഭരിക്കും. ആ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമാണ്. എല്ലാവർക്കും ഉണ്ട് അഭിപ്രായം. ആ അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് സർക്കാരിൻ്റെ ആരോഗ്യം, അത് നിഷേധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭരിക്കുന്നവർ വളരെ ചിന്തിക്കേണ്ടതാണ്. അവർ വേണ്ടത്ര മന്ത്രം ഈ കാര്യത്തിൽ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും എനിക്ക് സംശയം വരികയാണ്. ഇവിടെ ആശയങ്ങൾ തമ്മിലാണ് സമരം ഈഫ് അറ്റ് ഓൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ ഒരാൾ ചിന്തിക്കുന്നു, മറുപക്ഷം വേറൊരു തരത്തിൽ ചിന്തിക്കുന്നു. അങ്ങനെ മറുപക്ഷം ഉണ്ടെങ്കിലേ ജനായത്തം സംവിധാനം വേണ്ടതുപോലെ നടക്കുള്ളൂ. അപ്പോൾ ഈ കൂടിയാലോചന വേണ്ടതുപോലെ ആവണം എന്നുള്ളതൊരു അത്യാവശ്യമാണ്. അത് പഴയ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ സർക്കാർ നല്ല പേരെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ കൂടിയാലോചിക്കണം. പ്രതിഷേധമോ ആവശ്യമോ ഉന്നയിക്കുന്ന ജനങ്ങൾ അവർക്ക് നല്ല പേര് വേണം എന്നുണ്ടെങ്കിൽ, ജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കൂടിയാലോചന നടത്തണം. കൂടിയാലോചന ഇല്ലാതെ വെറുതെ നിരുത്തരവാദപരമായി നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഒന്നും വേണ്ടതുപോലെ ആവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് വ്യാപകമായ ഒരു അർത്ഥമുണ്ട്. ഒരു വ്യക്തിയിൽ എന്നതുപോലെ ഒരു കുടുംബത്തിനും ഒരു ജനവിഭാഗത്തിനും ഒരു രാഷ്ട്രത്തിനും ലോകത്തിനും തന്നെ ബാധിക്കുന്നതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. മന്ത്രോസ്മി വിജിഗീഷതാം. വിജയിക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രം അത്യാവശ്യമാണ്. ഈ മന്ത്രകാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണക്കാരും അതുപോലെ മറ്റേ കൂട്ടരും എല്ലാവർക്കും വേണ്ടത്ര ഇത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അന്വേഷികീ കൗശലാനാം. ആ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കൗശലങ്ങളിൽ വെച്ച് ആന്വീക്ഷികി, ആത്മവിദ്യയാണ് ഞാൻ. എന്താ ഈ ആത്മവിദ്യ? നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന ഒരു സ്ഥിരം അധിഷ്ഠാനം, ഒരു തത്വമുണ്ട്. സ്ഥിരം അധിഷ്ഠാനമാണ്. ചെറുപ്പകാലം മുതൽക്ക് നാം ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങി, ചാവുന്നത് വരെ ഞാൻ എന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിൽ എല്ലാം മാറിക്കഴിഞ്ഞു. ഇല്ലാത്ത പല്ല് വന്നു, ഉള്ള പല്ല് വീണും പോയി കഴിഞ്ഞു. നാടി ഞരമ്പുകൾക്കൊക്കെ തളർച്ച വന്നു, ശരീരം ചുളിഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ആയാലും
ഞാൻ അവിടെ മാറിയിട്ടില്ല. അപ്പൊ ഈ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രത്യക്ഷത്തിൽ അവിടെ ഉള്ള ഒരു സംഗതി തന്നെയാണ്. അതിനെയാണ് ഇല്ലാത്തതിന് ഞാൻ എന്ന് പറയില്ലല്ലോ. ആ പറയുന്നത് ഉള്ളിലുമാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം, അതിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് ആത്മവിദ്യ. അതിനെ കണ്ടുപിടിച്ചാൽ എന്താ മനസ്സിലാവുക? ഈ ലോകത്തിൻ്റെ മുഴുവനും അധിഷ്ഠാനമാണ് ഞാൻ എന്നാണ് നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. മയി അനന്തമഹാംബോധൗ വിശ്വഭൂയിജി സ്വഭാവതഃ ഉദേതു വാസ്തമായാതു നമേ വൃദ്ധി നചക്ഷയ എന്നാണ് ജനക മഹർഷി പറയുന്നത് അഷ്ടാവക്രന്റെ ഉപദേശം കേട്ട്. അനന്തമായിരിക്കുന്ന മഹാസമുദ്രമായ എന്നിൽ ഈ വിശ്വം എന്ന് പറയുന്ന തരംഗം ഉദിക്കട്ടെ അഥവാ അസ്തമിക്കട്ടെ, എനിക്ക് ഒരു വിധത്തിലുള്ള ക്ഷയവുമില്ല, വർധനയുമില്ല എന്ന്. ഇതാണ് ആത്മവിദ്യ കൊണ്ട് തന്നെ സംബന്ധിച്ചുണ്ടാവുന്ന മതിപ്പും വിലയിരുത്തലും. ഇതിലും ഏറെ ഒരു കൗശലമുണ്ടോ? ഈ ലോകം എത്ര ഭയാനകമാണ്, എത്ര അനന്തമാണ്, എത്ര വിവിധമാണ്. പക്ഷെ ആ ലോകം മുഴുവനും നിൽക്കുന്നത് എന്നിലാണെന്നൊരു ബോധമാണ് ആത്മവിദ്യ കൊണ്ട് നമുക്ക് വരുന്നത്. ഇതിലേറെ ഇനി കൗശലം എന്തുണ്ട്? സർവ ആഗ്രഹങ്ങളും അസ്തമിക്കുന്നു, എല്ലാ അഭീഷ്ടങ്ങളും നിറവേറി ആപ്തകാമനായി ആനന്ദഭരിതനായി ജീവൻ മുക്തനായി ലോകത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സംഘർഷങ്ങളെയും അതിൽ നിന്ന് വരുന്ന ആഗമനങ്ങളെയും സംലയിപ്പിച്ചെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ആന്തരഗാഠത, ആന്തര നൈർമല്യം, സമുദ്രത്തെ പോലെയുള്ള ഒരു വിശേഷ സ്ഥിതി നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാവുക. അതാണ് ആന്വേഷികി കൗശലാനാം എന്ന് പറഞ്ഞത്. തൊട്ട് പിന്നെ പറയുന്നത് എന്താ? വികൽപ്പഃ ഖ്യാതിവാദിനാം. ഖ്യാതിവാദികൾ, അനവധി ഖ്യാതികളവിടെ. ഖ്യാതി എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അറിവും ഒക്കെ ഉണ്ട് പ്രസിദ്ധമായിട്ടുള്ളത്. അതില് വികൽപ്പഃ എന്ന് പറഞ്ഞാൽ സംശയം ജനിപ്പിക്കുന്ന സംശയസ്ഥാനമാണ് ഞാൻ. ഇത് നിങ്ങളൊക്കെ ഒന്ന് പുകഞ്ഞ് ചിന്തിക്കേണ്ടി വരും ഇത് മനസ്സിലാവാൻ. ഞാൻ പുകഞ്ഞ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയോ അതോ കൂടുതൽ അന്വേഷിച്ച് പുറപ്പെടുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. വികൽപ്പഃ ഖ്യാതിവാദിനാം. ഖ്യാതി എന്ന് പറഞ്ഞാൽ അറിവ്. ഈ മായയെ വിശദീകരിച്ച് തരാനുള്ള പല സിദ്ധാന്തങ്ങൾക്കുമാണ് ഖ്യാതി എന്ന് സാങ്കേതികമായി നാം പറയാറുള്ളത്. ഈ മായയെ വിശദീകരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചം എവിടെ നിൽക്കണു എന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രജ്ഞന്മാർക്ക് കയ്യിൽ വല്ലതും പറയാനുണ്ടോ? ആകാശം എന്ന് പറയുന്നത് ശൂന്യാകാശമാണ്. ഈ ശൂന്യാകാശത്തിൽ നിന്ന് ഈ ഗോളങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ശൂന്യാകാശം വാസ്തവത്തിൽ ശൂന്യമാണോ? ശൂന്യം ശൂന്യത്തിനല്ലേ പറയുള്ളൂ. ശൂന്യത്തിൽ നിന്ന് പൂർണ്ണമുണ്ടായാൽ അതിന് ശൂന്യം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ എവിടെയാണ് നിലനിൽക്കുന്നത്? നാം ഭൂമിയിൽ, ഭൂമി അന്തരീക്ഷത്തിൽ, അന്തരീക്ഷം ആകാശത്തിൽ, ആകാശമോ എവിടെയാ? ഒരു മറുപടിയില്ല. എന്നാൽ ഇതിനെ നാം ഉള്ളതായി നോക്കി കാണുന്നുണ്ട്. ഈ കാണുന്നത് എന്താ? നമ്മുടെ മനസ്സാ. മനസ്സ് വാസ്തവത്തിൽ ദ്രവ്യമോ ഊർജമോ ആണോ? അല്ല. അപ്പൊ ദ്രവ്യോർജങ്ങളല്ലാത്ത ഒരു മനസ്സ് ദ്രവ്യത്തിനെയും ഊർജത്തിനെയും കാണുന്നു എന്ന് പറയുമ്പോൾ ഈ മനസ്സ് ഉണ്ടാക്കിയതാണോ? ഇത് ഉണ്ടാക്കിയതാണെങ്കിൽ അതിനെങ്ങനെയാ വസ്തുനിഷ്ഠത ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പൊ എല്ലാം കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ആ മായ പലതരത്തിലാണ്. അത് വിശദീകരിക്കാനുള്ള വാദമുഖങ്ങൾ. അഖ്യാതി എന്നൊന്ന്, അത് മീമാംസകന്മാർ പറയുന്നതാണ് അഖ്യാതി എന്ന് പറയുന്നത്. കാണുന്നതും യഥാർത്ഥത്തിന്റെ ഓർമ്മയും തമ്മിലുള്ള അന്തരം അറിയാതെ പോകുന്നതാണ് അഖ്യാതി. നമ്മൾ എന്തോ ഒന്ന് കാണുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? ഞാൻ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് പല വിധത്തിലുള്ള നിറങ്ങളും ആകൃതികളുമായിട്ടുള്ള ഈ പ്രപഞ്ചം നാല് ഭാഗത്തും കാണുന്നത്, എൻ്റെ ശരീരമടക്കം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇടത്തെ കൈയുണ്ട്, വലത്തെ കൈയുണ്ട്, 5, 5, 10 വിരലുണ്ട്, ഉള്ളിൽ രേഖകളുണ്ട്, വിരലിലൊക്കെ ഇങ്ങനെ. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ട് നിശ്ചയിക്കുന്നതാണ്. കണ്ണുകൊണ്ട് കണ്ട് നിശ്ചയിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇത് ഈ നിശ്ചയിക്കുന്ന സാധനം തന്നെയാണോ? അതോ അതിന് സ്വന്തവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു രൂപമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് നിശ്ചയിക്കുന്നു, സമ്മതിച്ചു. ഞാൻ നിശ്ചയിക്കുന്നത് തന്നെയാണോ വാസ്തവത്തിൽ ഇതിൻ്റെ രൂപം? ദാ എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. ഇതൊരു സ്കെയിലാണ്. അതിന് ഇത്ര നീളമുണ്ട്, ഇത്ര കനുണ്ട്, തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, കുറേ വിരകളും ഉണ്ട്. ഇതിപ്പോൾ കണ്ണുകൊണ്ട് നോക്കി നിശ്ചയിക്കുന്നതാ. ഈ നിശ്ചയിക്കുന്നത് തന്നെയാണോ ഈ പദാർത്ഥം? അതോ എൻ്റെ കണ്ണ് രൂപപ്പെടുത്തുന്നതോ? എൻ്റെ കണ്ണ് രൂപപ്പെടുത്താതെ സ്വന്തമായിട്ടൊരു നില അതിനുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുമോ? അപ്പം ഞാൻ കാണുന്നത് ശരിയാണോ? ഇതാ ഇങ്ങനെയുള്ള സംശയം. അന്യഥാഖ്യാതി എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തു അതല്ലാതെ മറ്റൊന്നായി തീരുക. അധ്യാസം മൂലം കാണുന്നതിൽ വരുന്ന അപാകത, അബദ്ധം. ഇതാണ് ന്യായവാദികൾ പറയുന്നത്. കാണാനായിട്ട് പ്രകാശം വേണം, വെളിച്ചം വേണം. ആ വെളിച്ചം കുറഞ്ഞ്
ഏതാണ്ട് ഇരുട്ടിന് മധ്യത്തിലെത്തിയാൽ തെളിച്ചം കുറയും. അങ്ങനെ തെളിച്ചം കുറഞ്ഞ് കാണുന്ന സമയത്ത് ഒരു കയറിനെ പാമ്പാണെന്ന് കണക്കാക്കും. അപ്പം അവിടെ കാണുന്ന വസ്തു കയറാണെന്ന് നമുക്കറിയില്ല, നമ്മൾ കാണുന്നത് പാമ്പാണെന്നാണ്. അപ്പം അവിടെ വാസ്തവത്തിൽ ഒരു പാമ്പുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? കയറ്. അതെങ്ങനെ പാമ്പായി? നമുക്ക് പറയാൻ പറ്റില്ല. നിർവചിക്കാൻ പറ്റാത്തതായ ഒരു സ്ഥിതിവിശേഷമാണത്. അനിർവചനീയ ഖ്യാതി എന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്തത്തിൽ പറയണതാണ്. നിർവചനീയമല്ലാത്തതായ ഒന്ന് മായ എന്ന് പറയുന്നു. അത് ഉള്ളതോ ഇല്ലാത്തതോ? ഉള്ളത് എന്ന് പറയണമെങ്കിൽ അത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും വേണം. അങ്ങനെ ഭൂതവർത്തമാന ഭാവികളിൽ മാറ്റമില്ലാതെ ഇരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? കഴിഞ്ഞ കാലത്തും ഇപ്പോഴും വരാൻ പോകുന്ന കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ ഉണ്ടാവണം. മാറ്റമുണ്ടെങ്കിൽ അതിനെ വസ്തുനിഷ്ഠമായി പരിഗണിക്കാൻ പറ്റില്ല. അപ്പം ഭൂമി അടക്കം, നമ്മുടെ ശരീരമടക്കം, പഞ്ചഭൂതങ്ങളടക്കം എല്ലാം തന്നെ പരിവർത്തനശീലമാണതിന്. അങ്ങനെ പരിവർത്തനം എന്നുള്ളത് ഉണ്മയെ സൂചിപ്പിക്കുന്നതല്ല. എന്നാൽ ഇത് പറഞ്ഞാലും വാസ്തവത്തിൽ നമ്മളത് പ്രായോഗികമായി നോക്കുമ്പോൾ അവിടെ കാണാനില്ലേ? ഉവ്. അപ്പം ഈ മായയെ ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? എല്ലാവരും സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുക. എണീറ്റാലോ അത് പോവുകയും ചെയ്യും. അപ്പം എണീക്കുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനെ ഉള്ളത് എന്ന് പറയണോ ഇല്ലാത്തത് എന്ന് പറയണോ? ഇല്ലാത്തതാണെങ്കിൽ ഞാൻ എന്തിനു അനുഭവിച്ചു? അനുഭവിച്ചത് വാസ്തവമാണെങ്കിൽ അത് എന്തുകൊണ്ട് ഇല്ലാണ്ടായി? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇതാണ് അനിർവചനീയത. അന്യഥ എന്ന് പറയുന്നത് അധ്യാസം മൂലം ഒന്ന് മറ്റൊന്നായി കാണുന്നത്. അത് ന്യായവാദത്തിൽപ്പെട്ടതാണ്. ഇനി അസത് ഖ്യാതി എന്നൊരു ഭാഗമുണ്ട്. അത് ബുദ്ധമത സിദ്ധാന്തത്തിൽ മാധ്യമികന്മാർ പറയുന്നതാണ്. വാസ്തവത്തിൽ ഈ ലോകം മുഴുവനും നാം അനുഭവിക്കുന്നതാണ്. അനുഭവമാണ് ഇതിന് പ്രമാണം. ഒരു സാധനം ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അപ്പം സ്വാനുഭവമാണ് എന്തിനും പ്രമാണം. അങ്ങനെ സ്വാനുഭവം പ്രമാണമായി ചിന്തിക്കുന്ന സമയത്ത് എന്തായി? ബുദ്ധമതം പറയുന്നു ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്ന്. മാധ്യമിക സ്കൂളിൽപ്പെട്ടവരാണ്. ഈ കാണുന്ന ലോകം, അനുഭവിക്കുന്ന ലോകം കിടന്നുറങ്ങുമ്പോൾ എവിടെ പോയി? മാഞ്ഞുപോയി. അപ്പൊ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഞാൻ ഉറങ്ങുമ്പോൾ 1/3 ഭാഗം മാഞ്ഞു പോകുന്ന ലോകം എങ്ങനെയാ അവിടെ ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുക? അപ്പോൾ ഒരു വസ്തുവും സ്ഥിരമായി നിൽക്കുന്നതല്ല. സ്ഥിരമായി നിൽക്കാത്തതിനാൽ അതില്ല. അതിൻ്റെ തെളിവാണ് ഉറക്കത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാവുന്നത്. ഇനി ആത്മഖ്യാതി എന്ന് പറയുന്നത് യോഗവിചാര സമ്പ്രദായക്കാരാ, അതും ബുദ്ധമതത്തിൽപ്പെട്ടവ. ഈ കാണുന്നത് മുഴുവനും ബാഹ്യമായിട്ടൊന്നുമില്ല. ബാഹ്യം എന്നുള്ള പ്രതീതി തന്നെ ഉള്ളിൽ ഉദിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സഹായിക്കുകയാണോ? ഞാൻ എന്തിനാ ഇത് പറയണതെന്നറിയോ? നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരു പഴഞ്ചനാണെന്ന്. അല്ല, അത് നല്ല പോലെ ആലോചിച്ച് യുക്തിസഹമായി കടഞ്ഞെടുത്ത് തന്നിട്ടുള്ളതാണ്. ബുദ്ധിമാന്മാരാണ് ഇതിൻ്റെ പിന്നിൽ, അറിവുള്ളവരും ബുദ്ധിയുള്ളവരും. ആത്മഖ്യാതി എന്ന് പറയുന്നത് സർവ്വ അനുഭവങ്ങളും ആന്തരമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അനുഭവം ബാഹ്യമായിട്ടുണ്ടോ? ഇപ്പം കണ്ണ് തുറന്ന് കാണുന്നു. കാഴ്ച എവിടെയാണ് നടക്കുന്നത്? ഉള്ളിലോ അതോ കണ്ണിൻ്റെ തലത്തിലോ? കൺതലത്തിലല്ല. കൺതലത്തിലാണെങ്കിൽ ഉറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് കണ്ണ് തുറന്ന് എന്തെങ്കിലും കാട്ടിത്തന്നാൽ നിങ്ങൾ കാണാറില്ലല്ലോ. അപ്പം കാണുന്നവൻ ദേഹത്തിലല്ല, ദേഹത്തിൻ്റെ ഉള്ളിലാണ്. ദേഹം വരെ അയാൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സർവ്വ അനുഭവങ്ങളും ഉൾത്തലത്തിലുള്ളതാണ്. അപ്പോൾ ഉൾത്തലത്തിലുള്ള അനുഭവമാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ പുറമേ എന്നൊരു സങ്കല്പം ഇവിടെ കൊണ്ടുവരും? ഇവിടെ എന്താ പുറമേ ഉള്ളത്? എൻ്റെ മുൻപിൽ ഒരു വാച്ചുണ്ട്. ഈ വാച്ച് ഞാൻ കാണുകയാണ്. എവിടെയാണ് കാണുന്നത്? എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉള്ളിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് പുറമേ എന്ന് പറയുക? ഉള്ളു നിശ്ചയിച്ചിട്ട് പറയുന്നതാണല്ലോ പുറം ഉള്ളതെന്ന്. അപ്പോൾ പുറം ഉള്ള എന്നുള്ള വിഭജനം തന്നെ ഉൾത്തലത്തിൽ ഉദിക്കുന്നതും പരാമർശിക്കുന്നതുമാണ്. അപ്പോൾ പുറം എന്നൊന്നില്ല. സദസത്ഖ്യാതി എന്ന് പറയുന്നതോ കപിലൻ്റെ സാഖ്യയോഗത്തിലുള്ളതാണ്. എന്തോ ഒന്ന് നാം കാണുന്നു. ആ കാണുന്നത് ഇന്നത് എന്ന് നിർവചിക്കാൻ നമുക്ക് പറ്റില്ല. കാണുന്നു എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ അത് ഇന്നതാണെന്ന്. എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. ഇതിനെ നോക്കിയിട്ട് ഞാൻ സ്കെയിലാണെന്ന് പറയുന്നു. ഒന്ന് നോക്കി എന്നുള്ളത് ശരിയാ, പക്ഷെ അത് സ്കെയിലാണെന്ന് എങ്ങനെ പറയും? അതിനെന്താ പ്രമാണം? അപ്പോൾ ഒരു അസ്തിത്വം അവിടെ ഉണ്ട്. ആ അസ്തിത്വത്തിന് നിങ്ങൾ രൂപവും കൽപ്പനയും കൊടുത്ത് പറയുന്നത് ശരിയല്ല. പിന്നെയോ സത്ഖ്യാതി, അത് വിശിഷ്ടാദ്വൈതക്കാരാണ്. കാണുന്ന വസ്തു എന്തോ ആകട്ടെ, അത് അല്പമാകട്ടെ അനല്പമാകട്ടെ, കാണുന്നു എന്നുള്ളതിനാൽ അതിനെ സത്തായിട്ട് പരിഗണിക്കാതെ പറ്റില്ല. അതിൽ സത്യമുണ്ടെന്ന്. അതങ്ങനെ ഒരു വാദം വിശിഷ്ടാദ്വൈതം. അപ്പം എത്ര ഖ്യാതിയായി? അഖ്യാതി, അനിർവചനീയ ഖ്യാതി,
അന്യഥാഖ്യാതി അസത്ഖ്യാതി, ആത്മഖ്യാതി, സത് അസത്ഖ്യാതി, സത്ഖ്യാതി. ആ ഖ്യാതിവാദികളിൽ അദ്ദേഹം പറയുന്നു വികൽപ്പ. ഇങ്ങനെയുള്ള ഖ്യാതിവാദം കൊണ്ട് എന്തുണ്ടാവണു? ഒരു തീരുമാനത്തിലും വേണ്ടതുപോലെ എത്താൻ പറ്റുന്നില്ല. അങ്ങനെ മനുഷ്യരുടെ ബുദ്ധിയെ അങ്ങനെ കുഴക്കി മറിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത്. ഇതിനൊക്കെ മീതെ പോയിട്ട് വേണം നിങ്ങൾക്ക് ഉറപ്പ് കിട്ടാൻ. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവനെ ഒന്നും ഇളക്കില്ല. എല്ലാ ഖ്യാതിവാദികളും വന്നോട്ടെ, അവരൊക്കെ പിന്മാറുകയല്ലാതെ ഈ മനുഷ്യനെ പിൻവലിപ്പിക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞതുപോലെ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നാ ചോദിച്ചത്. അതിന് കൃഷ്ണൻ എന്തു മറുപടി പറഞ്ഞു? പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ആ സമയത്ത് ഒരാൾ സ്ഥിതപ്രജ്ഞനാണ്. എപ്പോ? മനസ്സിലുള്ള ആഗ്രഹങ്ങളെ മുഴുവനും ഉപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ വിവേകപൂർവം എനിക്ക് ആഗ്രഹങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച് എല്ലാറ്റിനെയും വിട്ടുകളഞ്ഞ് വിട പറയണം. അങ്ങനെ ഉപേക്ഷിച്ച് ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ, പുറമേയുള്ള ഒരു സഹായവുമില്ലാതെ, കണ്ണു തുറക്കാതെ, ചെവി കേൾക്കാതെ, ഒന്നും കാണാതെ, ഒന്നും ആലോചിക്കാതെ തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളാൽ സന്തുഷ്ടനായിരിക്കുന്നവൻ ആരോ, ആ സന്തുഷ്ടനായിരിക്കുന്ന സമയത്താണ് ആ ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുക. ഇതിലിപ്പോൾ എന്താ സംശയം? ഇവിടെ പുറം വരണില്ല, അനുഭവം വരണില്ല. എല്ലാ മനോവൃത്തികളെയും വിട്ട് എവിടുന്ന് എല്ലാം പുറപ്പെടുന്നുവോ അവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിരിക്കൂ. അങ്ങനെ ആത്മാവിൽ തൻ്റെ ഉള്ളിൽ തന്നാൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്ന ആ ആത്മതൃപ്തി നിലയുണ്ടല്ലോ, അതാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ആളുടെ നില. അവിടെ എന്താ സംശയം? ഈ ഖ്യാതികളൊക്കെ അവിടെ വരുന്നുണ്ടോ? അപ്പോൾ വികൽപ്പ ഖ്യാതിവാദിനാം, പെട്ടെന്ന് ആരും അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റാത്തത് എന്താ? ഇങ്ങനെയുള്ള വികല്പങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഈശ്വരൻ രചിക്കുന്നത് തന്നെയാണത്. സ്ത്രീണാം തു ശതരൂപാഹം പുംസാം സ്വയംഭുവോ മനു നാരായണോ മുനീനാം ച കുമാരോ ബ്രഹ്മചാരിണാം. സ്ത്രീണാം തു ശതരൂപാഹം, സ്ത്രീകളിൽ വെച്ച് ശതരൂപയായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പത്നിയാണ് ഞാൻ. ബ്രഹ്മാവിൻ്റെ പത്നിക്കാണ് ശതരൂപ എന്ന് പേര്. പുംസാം സ്വയംഭുവോ മനുഹു, പുരുഷന്മാരിൽ വെച്ച് സ്വയംഭുവ മനുവാണ്. മനുവിന് ജനിച്ച സന്തതികളായതുകൊണ്ടാണ് നമ്മളെ മാനവന്മാർ എന്ന് പറയുന്നത്. നാരായണോ മുനീനാം ച, മുനികളിൽ വെച്ച് നാരായണ മഹർഷിയാണ് ഞാൻ. കുമാരോ ബ്രഹ്മചാരിനാം, ബ്രഹ്മചാരികളിൽ വെച്ച് സനത് കുമാരനാണ് ഞാൻ. സനകൻ, സനന്ദനൻ, സനത് കുമാരൻ എന്നിങ്ങനെ പറയും ഈ ബ്രഹ്മചാരികളെ, നിത്യബ്രഹ്മചാരികളെ. ധർമാണാം അസ്മി സന്യാസഃ ക്ഷേമാണാം അബഹിർമതി ഗുഹ്യാനാം സൂനൃതം മൗനം മിഥുനാനാം അജസ്ത്വഹം. ധർമാണാം അസ്മി സന്യാസഃ. എന്താ അതിനർത്ഥം? ധർമ്മങ്ങൾ പലതുമുണ്ട്. ആ ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ധർമ്മം സന്യാസം. ഒരൊറ്റ ആൾ മിണ്ടിപ്പോവരുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങൾ അറിയുന്നവരോ ആരെങ്കിലും ഒരാൾ സന്യാസ ദീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ഇത് ഇപ്പോഴല്ല ഇനി ഒരിക്കലാന്ന് മിണ്ടരുത്. ധർമ്മം വേണമെങ്കിൽ സന്യാസമാണ് അത്യുത്തമ ധർമ്മം. നിങ്ങൾക്ക് സന്യാസിയാവാൻ പോകുന്ന ഒരു കുഞ്ഞിനെ പെറ്റു വളർത്താനോ ജന്മം നൽകാനോ സാധിക്കുമോ? അപ്പോഴാണ് നിങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹീതമാകുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കുക, എന്ത്, ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളെ നയിക്കാനുമുള്ള സന്യാസിമാർ വേണം, അവർ വല്ല കാട്ടിലും ജനിച്ചോട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കരുത്. ഈ ഇരട്ടത്താപ്പ് നയമൊന്നും പറ്റില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ധർമ്മം എന്നുള്ളതിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ സന്യാസമാണതിൽ നിന്ന്. ചതുർത്ഥാശ്രമമായിരിക്കുന്ന സന്യാസം എന്ന് കൃഷ്ണൻ പറയണതാ. അപ്പൊ സന്യാസത്തെ പറ്റി നിങ്ങളുടെ മനോഭാവം എന്താവണം ഇന്ന് മുതൽക്ക്? അത് വല്ലോർക്കും വേണ്ടിയിട്ടോ അതോ നല്ലവർക്ക് വേണ്ടിയിട്ടോ? ഗൃഹസ്ഥന്മാരാ സന്യാസത്തില് വില പറയാൻ. ഇപ്പൊ തന്നെയോ? നിങ്ങൾക്ക് വയസ്സായല്ലോ, നിങ്ങൾ എടുത്തോ സന്യാസം? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ചെറുപ്പത്തിൽ എടുക്കുന്നവനോട് പറയണേ വിരൽ ചൂണ്ടണത്? നിങ്ങളോ ചെയ്തില്ല, നിങ്ങളോ കക്കാതെ ഇരുന്നില്ല. കക്കാതെ ഇരിക്കുന്ന ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഞാൻ കക്കില്ല എന്ന് പറയുമ്പോൾ നീ ഇപ്പൊ കക്കാതെ ഇരിക്കരുത് മോനെ, ഒരു 56-60 വയസ്സാവുന്നവരെ കട്ടോ, അതിനുശേഷം കക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരൊറ്റ ആൾ മിണ്ടരുത്. ധർമാണാം അസ്മി സന്യാസഃ. ഈശ്വരൻ ഭഗവാൻ എന്ന് നമ്മളെല്ലാം പറയാറുണ്ടല്ലോ. ആ സങ്കല്പം ഉപായപ്പെട്ടതോ ചെറുതോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെ വിശേഷപ്പെട്ട ഒരു ഭാവനയും സങ്കല്പവുമാണിത്. ആ സങ്കല്പത്തെ പൂർണ്ണമായി ഗ്രഹിക്കുക എളുപ്പമല്ല.
ഈ ലോകം എവിടെ നോക്കിയാലും എമ്പാടും ഇത് അനന്തമാണ്. എല്ലാ വിഷയത്തിലും ഇത് അനന്തമാണ്. എത്ര വസ്തുക്കളുണ്ട് ഇതിൽ? അസംഖ്യം വസ്തുക്കളുണ്ട്. ഏത് ഡയറക്ഷനിൽ, ഏത് ദിശയിൽ നിങ്ങൾ നോക്കിയാലും അവിടെയൊക്കെ അനന്തതയാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകം വാസ്തവത്തിൽ ഈശ്വരൻ്റെ അഭിവ്യക്തിയാണ്, പ്രകടന വിശേഷമാണ്. ഈ ലോകത്തെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതായ ഒരു മഹത് പ്രഭാവം എത്ര കണ്ട് വിപുലമാകണം, എത്ര കണ്ട് അനന്തമാകണം, എത്ര കണ്ട് ദുരൂഹമാകണം എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഈശ്വരനോടാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഭക്തി തോന്നുന്നത്. അപ്പോൾ തോന്നുന്നത് നമ്മുടെ മനസ്സിലാണെങ്കിലും ആരോട് തോന്നുന്നുവോ ആ മഹത് പ്രഭാവം എല്ലാം കൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിൽ ദുർഗ്രഹമായിട്ടുള്ളതാണ്. ആ ഈശ്വരനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക? ഭക്തി കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള നേട്ടവും സാഫല്യവും നമുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്തണം. ആ മറുപടിക്ക് വേണ്ടിയാണ് വിശേഷപ്പെട്ട പ്രകടനങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്നത്.